കാപ്പ കേസ് തടവിൽ കഴിയുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ബിജെപി കൗൺസിലർ ആർ സുഗതൻ ജയിലിനുള്ളിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്തു. മേയറും കോർപ്പറേഷൻ സെക്രട്ടറിയും വിയ്യൂർ സെൻട്രൽ ജയിലിൽ എത്തിയാണ് നടപടികൾ പൂർത്തിയാക്കിയത്. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു ജനപ്രതിനിധി ജയിലിനുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. വിമർശനവുമായി CPIM കോൺഗ്രസും രംഗത്ത്. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട സുഗതന എന്ന ഞാൻ വിശ്വാസ്യതയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തെ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. തൃശൂരിലെ വിയ്യൂർ സെൻട്രൽ ജയിലിലെ ലൈബ്രറി ഹാളിൽ വെച്ചായിരുന്നു സത്യപ്രതിജ്ഞ. 11 മണിയോടെ സെല്ലിൽ നിന്ന് ആർ സുഗതനെ ഉദ്യോഗസ്ഥർ ഹാളിലേക്ക് എത്തിച്ചു. മേയർ VV രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നഗരസഭാ സെക്രട്ടറിയും വേദിയിലുണ്ടായിരുന്നു. ഹൈക്കോടതിയുടെ അനുമതിയോടെയാണ് ജയിലിനുള്ളിൽ കാപ്പ കേസ് പ്രതിക്ക് സത്യപ്രതിജ്ഞാ വേദി ഒരുക്കിയത്. ബഹുമാനപ്പെട്ട കോടതികളുടെ പരിഗണനയിലാണ് നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയും അതോടൊപ്പം തന്നെ കേരള ഹൈക്കോടതിയും. അതിൽ വരുന്ന ഉത്തരവുകൾ അനുസരിച്ച് ആ ഉത്തരവുകൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് കോർപ്പറേഷന്റെ ദൗത്യം. ഞങ്ങൾ അക്കാര്യങ്ങൾ ചെയ്യും. കാപ്പ ആക്ട് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കേരളത്തിൽ മാത്രമേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയുള്ളൂ. സുഗതനെ കൈവിലങ്ങില്ലാതെ സത്യപ്രതിജ്ഞയ്ക്ക് എത്തിച്ചതിൽ വിമർശനവുമായി CPIM രംഗത്ത്. കാപ്പ കേസിലെ പ്രതി യഥാർത്ഥത്തില് ഈ 6 മാസക്കാലം ജയിലിനുള്ളിലാകുമ്പോൾ നിശ്ചയമായും കൗൺസിൽ യോഗങ്ങളിൽ തുടരെ പങ്കെടുക്കാൻ സാധിക്കാത്ത സ്ഥിതി വരും. സ്വമേധയാ തന്നെ കൗൺസിൽ സ്ഥാനം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. തുടർച്ചയായി 3 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുത്തില്ലെങ്കിൽ അയോഗ്യനാകുമെന്ന ചട്ടം കൂടി മറികടക്കാനാണ് BJPയുടെ ശ്രമം. റിപ്പോർട്ടർ, തൃശൂർ.